ഹലോ ഹായ്, ബിലാൽ ഫാത്തിമ ബ്ലോഗിലോട്ട് സ്വാഗതം. ഇന്ന് നമ്മൾ പെട്ടെന്ന് നമുക്കൊരു കേക്കിൻ്റെ റെസിപ്പി ഒന്ന് കാണാം കേട്ടോ. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നൊരു കേക്കാണ്. ഞാൻ 2 ഓറഞ്ച് എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് 1 കപ്പ് മൈദപ്പൊടി എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഓറഞ്ചിന് നമ്മുടെ നീരനുസരിച്ച് നമുക്ക് മൈദപ്പൊടി ആഡ് ചെയ്യാം. പിന്നെ ഇത് ഒരു 3/4 ഗ്ലാസ് പഞ്ചസാര എടുത്തിട്ടുണ്ട്. നമ്മൾ ഓവണില്ല, ബീറ്ററും ഒന്നും ഇല്ലാണ്ട് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയതാണ്. നമ്മൾ മിക്സിയിലാണ് ഇതെല്ലാം ഉണ്ടാക്കുന്നത്. അപ്പം നമുക്ക് പോയാലോ, ഉണ്ടാക്കി നോക്കാം. നമ്മൾ ഓറഞ്ച് പൊളിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം നമുക്ക് ആദ്യം തന്നെ പഞ്ചസാര പൊടിച്ചിട്ട് അതിലോട്ട് നമുക്ക് ഓറഞ്ചിനെയും കൂടെ ഇട്ട് നല്ലോണം അടിച്ചെടുക്കാം. അപ്പം അതിൽ ഓറഞ്ചിൽ കുഴി ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് മാറ്റിയെടുക്കണേ. പിന്നെ നമ്മൾ കുക്കറിലാണ് ഇട്ട് ഉണ്ടാക്കാൻ പോണത്. കുക്കറിൽ ഇത് പാത്രമൊക്കെ റെഡിയാക്കിയിട്ടുണ്ട്. എൻ്റെ കയ്യിൽ ബട്ടർ പേപ്പർ ഇല്ല, അപ്പം ഞാൻ നോട്ട്ബുക്കിൽ ഒരു പേജ് എടുത്തിട്ടാണ് ഇത് പാത്രം നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ കുക്കർ ഇവിടെ റെഡിയാക്കിയിട്ടുണ്ട്. പ്രീ ഹീറ്റ് ചൂടാവാൻ വേണ്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് തുടങ്ങാം. മിക്സിയിൽ ആദ്യം നമുക്ക് പഞ്ചസാര പൊടിച്ചെടുക്കാം. നമ്മൾ നാരങ്ങയുടെ കുരുവൊക്കെ മാറ്റിയെടുത്തിട്ടുണ്ട്. പഞ്ചസാര ഇവിടെ പൊടിച്ച് വെച്ചിട്ടുണ്ട്. ആ പഞ്ചസാരയിലോട്ട് നമുക്ക് ഈ ഓറഞ്ച് നമുക്ക് ഇട്ടിട്ട് ഒന്ന് അടിച്ചെടുത്തിട്ട് വരാം. അപ്പോൾ അതേ ഓറഞ്ച് ഇട്ട് നല്ലോണം അടിച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് ഒരു മുട്ട മതി കേട്ടോ. ഒരു മുട്ട നമുക്ക് നല്ലോണം പൊട്ടിച്ചിട്ട് അതൊന്ന് അടിച്ചെടുക്കാം. നമ്മളപ്പോൾ മുട്ടയിട്ട് അടിച്ചിട്ടുണ്ട്. പിന്നെ നമുക്കിത് ഇത്രയും മതി കേട്ടോ. ഒരു 1/4 ഗ്ലാസ് കണ്ടുപിടിച്ച് തരാം. ഇത്രയും ഓയിലും കൂടെ നമുക്കത് ഒഴിച്ചിട്ട് ഒന്നുകൂടെ അടിച്ചെടുക്കാം കേട്ടോ. അതും കൂടെ അടിച്ചിട്ട് നമുക്ക് ബാക്കി കാണാം. ഇനി നമുക്ക് മൈദയുണ്ട്, മൈദ ഇട്ട് കൊടുക്കാം കേട്ടോ. നമ്മൾ 1 കപ്പ് മൈദ എടുത്ത് വെച്ചത് ഫുൾ ഇട്ട് കൊടുക്കാം. അപ്പോൾ നമുക്കൊന്ന് സ്പൂൺ കൊണ്ട് സ്പൂൺ വെച്ചൊന്ന് ഇളക്കി കൊടുക്കാം. എന്നിട്ട് നമുക്കൊന്നുകൂടെ അടിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ ഇതൊക്കെ ഇട്ട് അടിച്ചിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ 1 നുള്ളുപ്പും 1/4 സ്പൂണ് ബേക്കിംഗ് സോഡയും സോഡ പൗഡറാണ് ഇട്ടേക്കുന്നത്. ഇനി നമുക്കിതൊന്നുകൂടെ ഒന്ന് കറക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ മിക്സിയിൽ തന്നെ എല്ലാം അടിച്ച് ഇത് കറക്റ്റായിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് കേക്ക് ഏതിലാണ് ഉണ്ടാക്കുന്നത് ആ പാത്രത്തിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഓക്കെ, ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. നമുക്കത് ഫുള്ളൊന്ന് ഒഴിച്ചു കൊടുക്കാവേ. അപ്പം നമ്മളിത് അതിലൊഴിച്ച് വെച്ച് നല്ലോണം ടാപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. നല്ലോണം ടാപ്പ് ചെയ്തെടുക്കുമ്പോൾ ബബിൾസൊക്കെ ഒന്ന് പുറത്ത് വരും. അപ്പോൾ കേക്ക് നല്ല ഭംഗിയിലുണ്ടാവാനാണ്. അപ്പോൾ നമുക്കിത് കുക്കറിൻ്റെ ഉള്ളിലോട്ട് വെച്ചുകൊടുക്കാം. ഇത് നല്ല 10 മിനിറ്റ് കുക്കർ നല്ല സ്ലിമ്മിൽ വെച്ച് ചൂടായതാണ്. സിമ്മിലിരുന്ന് കുക്കർ നല്ല ചൂടായ കുക്കറിലോട്ട് നമ്മൾ വെച്ച് കൊടുക്കുകയാണ്. ഇത് നമുക്ക് വെയിറ്റ് ഇടാതെ നമുക്കിതൊന്ന് മൂടി വെച്ച് കൊടുക്കാം. വാഷർ വേണമെങ്കിൽ മാറ്റാം, ഉള്ളത് കൊണ്ടെന്നാലും കുഴപ്പമില്ല. അത്രേ ഉള്ളൂ. നമുക്കതൊരു 30-35 മിനിറ്റ് കഴിഞ്ഞിട്ട് നോക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് കാണാവേ. അപ്പോൾ നമ്മൾ കറക്റ്റ് ഒരു 25-30 മിനിറ്റ് ആവാനായിട്ടോ. അപ്പം നല്ല പൊങ്ങിയിട്ടുണ്ട്. നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് കുത്തി നോക്കാം കേട്ടോ. ഇതിൽ മാവ് പറ്റിപ്പിടിക്കുന്നുണ്ട്. അപ്പോൾ ആയിട്ടില്ല എന്നാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഒരു 5 മിനിറ്റും കൂടെ വെക്കാം കേട്ടോ. മൂടി വെക്കാം. അപ്പോൾ നമ്മൾ 40 മിനിറ്റ് ആകുമ്പോഴത്തേനും കേക്ക് റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഇപ്പോൾ തന്നെ നല്ല സോഫ്റ്റാണ്. നമുക്കൊന്ന് പുറത്തിലോട്ട് എടുക്കാം കേട്ടോ. പുറത്തോട്ട് എടുത്തിട്ട് കാണാവേ. അപ്പോൾ നമ്മളിതൊന്ന് ചൂടാറാൻ വേണ്ടി വെയിറ്റ് ചെയ്യണേ. ചൂടാറിയിട്ട് നമുക്ക് പ്ലേറ്റിലോട്ട് മാറ്റാം കേട്ടോ. നമുക്കൊന്ന് ചൂടാറാൻ വേണ്ടി ടൈം കൊടുക്കാം. കേക്ക് നമ്മൾ പ്ലേറ്റിലോട്ട് മാറ്റാം കേട്ടോ. ഓക്കെ, നമുക്ക് പേപ്പറൊക്കെ റിമൂവ് ചെയ്തിട്ടുണ്ട്. ഇത് ബാക്കാണ്. നമുക്കത് മുമ്പശം കണ്ടോട്ടെ. നല്ല സോഫ്റ്റാണ് കണ്ടോ. നല്ല പഞ്ഞി പോലെ ഇരിക്കും. ഇതാണ് നമ്മുടെ ഓറഞ്ച് കേക്ക്. നമുക്കൊന്ന് കട്ട് ചെയ്ത് കാണാം കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഓറഞ്ച് കേക്ക്. റെഡി ആയിട്ടുണ്ട്. നല്ല സോഫ്റ്റായിട്ടുണ്ട് കേട്ടോ. അത് നല്ല സോഫ്റ്റാണേ. അപ്പോൾ ഒന്നുകൂടെ ചൂടാറാനുണ്ട്. ചൂടാറിയിട്ട് നല്ല തണുത്തിട്ടാണ് ഇത് കഴിക്കുക. നല്ല നോർമൽ ചൂടാറി വരുമ്പോൾ നമുക്ക് കഴിക്കാം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. ഓക്കെ, ബൈ.